ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും തുടരുകയാണ്. അപ്പോൾ ഗോവയിൽ തന്നെയാണ് ഉള്ളത്. ഏറ്റവും കൂടുതൽ വിദേശികൾ വരുന്ന ഒരു ബീച്ചിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാൻഡോലുമിന് അടുത്തുള്ള ഒരു സ്ഥലമായ വാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടെയാണ് ഈ ബീച്ചുള്ളത്. കാൻഡോലുമിൻ്റെ തന്നെ ഒരു സൈഡിൽ ഉള്ള ഒരു ബീച്ചാണ് ഈ വാടി ബീച്ച്. പനാജിയിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ ദൂരത്തായിട്ടാണ് വാടി എന്ന സ്ഥലമുള്ളത്. കാൻഡോലിം ബീച്ചിൻ്റെ മറ്റൊരു സൈഡാണ് ഈ വാടി ബീച്ച്. ഈ കാണുന്നതാണ് വാടി എന്ന് പറയുന്ന സ്ഥലം. ഈ ഭാഗത്തായിട്ട് ചെറിയ ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും മറ്റ് കൂൾ ഡ്രിങ്ക്സ് കടകളും ഒക്കെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഇനി അകത്തേക്ക് പോയി ബീച്ച് കാണാം. വളരെ ശാന്തമായിട്ടുള്ള ഒരു ബീച്ചാണ് ഈ വാടി ബീച്ച്. കൂടുതലായിട്ടും വിദേശീയരായിട്ടുള്ള യാത്രക്കാരാണ് ഈ വാടി ബീച്ചിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഇവിടെ അധികം തിരക്കുകളൊന്നും തന്നെ ഇല്ല. നമുക്ക് മുന്നോട്ട് പോയി ഈ ബീച്ച് ഒന്ന് കാണാം. ഈ കാണുന്ന കട്ടിലുകളൊക്കെ ഇവിടെ റെന്റിന് കൊടുക്കുന്നതാണ്. ഈ സഞ്ചാരികളായി വരുന്നവർക്ക് ഇവിടെ റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കട്ടിലുകളാണ്. മണിക്കൂറിന് 100 രൂപയാണ് റെന്റ്. ഈ ഷെഡുകളൊക്കെ ഈ കട്ടിലുകളും മറ്റ് സാധന സാമഗ്രികളും ഒക്കെ സൂക്ഷിക്കാനുള്ള അവരുടെ ഷെഡാണ്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് പലതരത്തിലുള്ള മസാജുകൾ ഒക്കെ ഇവിടെ ചെയ്യാൻ പറ്റും. 500 രൂപയാണ് മസാജ് ചെയ്യുന്നതിന്. കാണുന്നത് ഇവിടുത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് റെസ്റ്റ് എടുക്കാനൊക്കെയുള്ള അവരുടെ ഒരു ഷെഡാണ്. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നുണ്ടാവും, ഇവൻ എന്നാ കുറച്ച് ക്ലോസ് ആയിട്ടുള്ള ഷോട്ടുകളൊക്കെ ഒന്ന് എടുത്തൂടെ എന്ന്. ശരിക്കും ഞാൻ അങ്ങനെയൊന്നും പോയിട്ട് എടുത്തില്ല. ഇതിൻ്റെ കുറച്ച് ദൂരത്തുനിന്ന് മാറി നിന്ന് എടുക്കുകയായിരുന്നു ചെയ്തത്. മൊത്തം വിദേശത്തു നിന്നൊക്കെ വന്നിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അപ്പം നമ്മൾ അധികം അവരെ ശല്യം ചെയ്യാനോ അവരെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അധികം അടുത്തേക്കൊന്നും പോയിട്ട് ഷൂട്ട് ചെയ്യാതിരുന്നത്. അങ്ങനെ നമ്മൾ ഇത് ഷൂട്ട് ചെയ്ത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു രസകരമായ കാഴ്ചയുണ്ടായി. ഒരു വിദേശ വനിത ഇങ്ങനെ കടൽക്കാറ്റോ കൊണ്ട് ആ മണലിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ ഇന്ത്യക്കാരായിട്ടുള്ള കുറച്ച് കുട്ടികൾ അവിടെ കുളിച്ചോണ്ടിരിപ്പുണ്ട്. അതിലൊരുവൻ ഓടി വന്ന് അവരുടെ തൊട്ടടുത്തായിട്ട് കിടന്നിട്ട് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. അതാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ ഗോവൻ കാഴ്ചകളൊക്കെ തൽക്കാലം ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു സ്ഥലത്തെ പുതിയ കാഴ്ചയുമായി വീണ്ടും കാണാം. താങ്ക്